BJP, NDA നേതാക്കളും എല്ലാം തന്നെ മോദിയെ അനുഗമിക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. പത്രികാ സമർപ്പണം ഒരു ശക്തി പ്രകടനമാക്കുന്നു എന്നതിന്റെ സൂചനയായി ഇന്നലെ വൈകുന്നേരം തന്നെ വാരാണസിയിൽ മോദി ഒരു വലിയ റോഡ് ഷോ നടത്തിയിരുന്നു. UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനൊപ്പമായിരുന്നു ആ റോഡ് ഷോ. സമാനമെന്ന രീതിയിൽ ഇന്ന് പത്രികാ സമർപ്പണത്തിന് ശേഷവും മോദി പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുന്നുണ്ട്. എന്തായാലും പത്രികാ സമർപ്പണത്തോടുകൂടി രാജ്യത്തെ മറ്റ് മണ്ഡലങ്ങളിൽ കൂടി അവശേഷിക്കുന്ന മണ്ഡലങ്ങളിൽ കൂടി തെരഞ്ഞെടുപ്പ് രംഗം ചൂടുപിടിക്കുമെന്നത് ഉറപ്പാണ്. അങ്ങനെ വാരണാസിയിൽ നരേന്ദ്രമോദി ഇന്ന് 11:30 മൂന്നാമത് പ്രധാനമന്ത്രിയാകാൻ പത്രികാ സമർപ്പണം ചെയ്യുന്നു. ഇനി ജനങ്ങളുടെ ഇരിക്കുകയാണ്. ജനങ്ങളിൽ നിന്ന് പിടിച്ചു വാങ്ങാനാണ് നരേന്ദ്രമോദിയും കൂട്ടരും വോട്ട് പിടിച്ചു വാങ്ങാൻ ഈ നിലവിട്ട പെരുമാറ്റങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിലവിട്ട പെരുമാറ്റമൊന്നും ഞാൻ എടുത്ത് പറയേണ്ട കാര്യമില്ല. ആസ്ഥാനത്തും സ്ഥാനത്തുമൊക്കെ കയറി ജാതിയും മതമൊക്കെ പറയുകയും ഈ രാജ്യത്ത് 400 സീറ്റെന്നും പറഞ്ഞിറങ്ങിയിട്ട് ഇപ്പം 400 സീറ്റൊന്നും പറിച്ചില്ല. മോദിയുടെ ഗ്യാരണ്ടിയില്ല. കാരണം മോദിയുടെ ഗ്യാരണ്ടി എന്നൊക്കെ പറഞ്ഞിറങ്ങിയിട്ട് അവസാനം മനസ്സിലായി BJPയുടെ വോട്ട് ഷെയർ കുറയുന്നൊരവസ്ഥയാണ് കണ്ടുവരുന്നത്. പിന്നെ അത് മുതലാക്കാൻ സത്യം പറഞ്ഞാൽ കോൺഗ്രസ്സിന് കഴിയുന്നില്ല എന്നതാണ് സത്യം. പലയിടത്തും നമ്മുടെ ദക്ഷിണേന്ത്യയിൽ പല സ്ഥലങ്ങളിലും BJPക്ക് സ്ട്രെങ്ത് കുറവുള്ള ഏരിയയാണ്. അവിടെ ഒരു വോട്ടെങ്കിലും BJP പിടിക്കാതിരിക്കാൻ അല്ലെങ്കിൽ ഒരു സീറ്റെങ്കിലും പിടിക്കാതിരിക്കാൻ ഉള്ള ശ്രമം നമ്മുടെ ഇന്ത്യ മുന്നണി നടത്തുന്നില്ല എന്നുള്ളതാണ്. കാരണം ശക്തി പോരാ. ഇപ്പോൾ ആം ആദ്മി പാർട്ടിയിലെ ഒരൊറ്റ ഏക നേതാവ് ഇറങ്ങി എന്ന് കഴിഞ്ഞ് സംസാരിച്ച് കഴിഞ്ഞാൽ അത് ഇന്ത്യ മൊത്തം അലയടിക്കാനുള്ള ഒരു ശക്തിയൊന്നുമല്ല. ആം ആദ്മി പാർട്ടിയിലെ നേതാവ് പറഞ്ഞു കഴിഞ്ഞാൽ ഡൽഹിയിലും കാശ്മീരിലും, അതായത് അവർക്ക് കാശ്മീരിലല്ല പഞ്ചാബിലൊക്കെയാണ് അവർക്ക് സ്ട്രെങ്ത് കൂടുതൽ. കുറച്ചൊക്കെ അതിൻ്റെ വ്യത്യാസം ഉണ്ടാക്കാം എന്ന് വിചാരിച്ചത് ഇന്ത്യ മുന്നണിയിൽ മൊത്തത്തിൽ ഒരു അധികാരത്തിലേറും എന്നുള്ളൊരു ലക്ഷണത്തിലല്ല കാണുന്നത്. എങ്കിലും ഇന്ത്യ മുന്നണിക്ക് പ്രതീക്ഷിക്കാം. നമുക്ക് ഇപ്പോൾ നമ്മൾ ആര് ജയിക്കുന്ന പ്രവചനം നടത്താനൊന്നും വലിയ എടുക്കുന്നതല്ല. നരേന്ദ്രമോദി ഈസിയായിട്ട് പറഞ്ഞ 400 സീറ്റ് കിട്ടത്തില്ല, അത് ഉറപ്പിക്കാം. പിന്നെ BJPക്ക് ഇന്നും യഥാർത്ഥത്തിൽ BJPയിലെ തന്നെ പത്രമാധ്യമങ്ങൾ തന്നെ BJPക്ക് സീറ്റ് കുറയും എന്ന് തന്നെയാണ് പറയുന്നത്. നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്ന കാര്യത്തിലുള്ള സംശയം പറഞ്ഞ പത്രമാധ്യമങ്ങളുമുണ്ട്. അതുപോലെ നമ്മുടെ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരും, കൂട്ടുകക്ഷിയായിട്ട് അധികാരത്തിൽ വരും എന്ന് പറയുന്ന പത്രമാധ്യമങ്ങളും അതിൻ്റെ ഇതുമൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും നരേന്ദ്രമോദി വർഗീയത ആളിക്കത്തിക്കുന്ന ലെവലിലേക്ക് ഇനിയും പ്രസംഗങ്ങൾ തുടരും. കാരണം വാരണാസിയിൽ അതിശക്തിയുക്തം ഇന്നലെ ഒരു റോഡ് ഷോയൊക്കെ നടത്തി. ഇന്ന് അതുപോലൊരു റോഡ് ഷോയ്ക്കൊക്കെ ഏർപ്പാടാക്കിയിട്ടാണ് പുള്ളി അവിടെ കൊടുത്തിട്ടുള്ള പ്രസംഗങ്ങൾ നമുക്ക് നോക്കാം. എന്തായാലും ഒരു കാര്യം ഉറപ്പുണ്ട്, ഇന്ത്യ മുന്നണിയിലെ രാഹുൽ ഗാന്ധിയെയും നമ്മുടെ ആം ആദ്മി പാർട്ടി നേതാവിനെയും ഒരല്പം ഭയത്തോടെയാണ് BJP കാണുന്നത് ഉറപ്പാണ്. കാരണം സാധാരണ ആം ആദ്മി പാർട്ടി നേതാവൊക്കെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ BJPക്കാർ പ്രതികരിക്കാറില്ല. ഇന്ന് നരേന്ദ്രമോദിക്ക് 75 വയസ്സ് തികയുമ്പോൾ, അടുത്ത മാസം അങ്ങോട്ടാണ് 75 വയസ്സ് തികയുമ്പോൾ, അടുത്ത മാസമോ അടുത്ത മാസമുണ്ട് അല്ലെങ്കിൽ തികയുമ്പോൾ BJPയിൽ നിന്ന് പെൻഷനാവും, അത് അമിത്ഷായ്ക്ക് അടുത്ത പ്രധാനമന്ത്രി എന്നൊക്കെ ആം ആദ്മി പാർട്ടി നേതാവ് പറഞ്ഞപ്പോൾ ഉടനെ 1 മണിക്കൂറിനകത്ത് തന്നെ റിപ്ലൈ വന്നു കഴിഞ്ഞു. BJPക്കാർക്ക് അങ്ങനെ അജണ്ടയൊന്നുമില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും ഒരു കാര്യം ഉറപ്പുണ്ട്, ഇപ്പോൾ ആം ആദ്മി പാർട്ടി നേതാവ് എന്ത് പറഞ്ഞാലും അതിന് മറുപടിയുമായി BJP പ്രധാനപ്പെട്ട ആൾക്കാർ വരും. 2ാം കടയും 3ാം കടയൊന്നുമല്ല, നരേന്ദ്രമോദിയും അമിത്ഷായും അടക്കമുള്ള നേതാക്കളാണെന്ന് രംഗത്ത് വരുന്നത്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, BJPയിലെ എതിരാളി എന്ന് പറയുന്നത് കറക്റ്റ് ആം ആദ്മി പാർട്ടിയും രാഹുൽ ഗാന്ധി എന്ന ഒറ്റ നേതാവാണ്. കോൺഗ്രസിന് വലിയ ഭയമൊന്നുമില്ല. രാഹുൽ ഗാന്ധി ചിലപ്പോഴൊക്കെ പറയുന്നത് കേൾക്കുന്നുണ്ട്. പക്ഷേ എങ്കിലും ഈ ഇന്ത്യ മുന്നണി സഖ്യം എന്ന് പറയുന്നത് ഒരു വോട്ട് പിടുത്ത അല്ലെങ്കിൽ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിലേക്ക് എത്തിയില്ല എന്ന് പറയേണ്ടി വരും. അങ്ങനെ ആയിരുന്നെങ്കിൽ അവർക്ക് ഈസിയായിട്ട് ജയിക്കാമായിരുന്നു. അതുപോലെ അവരുടെ കയ്യിൽ നിന്ന് കുറേ നേതാക്കന്മാർ BJPയിലോട്ട് പോയി. ആ ഒരു പോക്ക് തടഞ്ഞിരുന്നെങ്കിൽ പോലും ഇന്ന് ഇന്ത്യ മുന്നണി രക്ഷപ്പെട്ടേനായിരുന്നു. അതില്ലാതെ അതിനുള്ള ഗഡ്സില്ലാതെ പോയതുകൊണ്ടാണ് ആ പോക്ക് പോയത്.